ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പല്ലി ഫ്രൈ ആണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മളിത് ഫിഷ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് ചെമ്പല്ലിയാണ്. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി നമ്മൾ ചേർക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അളവ് കൂടിയ കയ്പ്പുണ്ടാവും. ഉലുവാപ്പൊടി ചേർക്കുന്നത് നമ്മുടെ മീനിൻ്റെ സ്വാദിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതിൻ്റെ ഒപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി മൂന്നും കൂടി നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ മീൻ കണ്ട ഇതേപോലെ വരഞ്ഞ് ഓരോ വരയുടെ ഉള്ളിൽ നമ്മൾ ആ മസാലക്കൂട്ട് ചേർത്തിട്ട് നമ്മൾ പുരട്ടി ഒരു അരമണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്യാം. പിന്നെ പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വന്ന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ പിന്നെ നമ്മൾ ചേർക്കുന്നത് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ്. അപ്പോൾ നമ്മൾ നന്നായി ചതച്ച വെളുത്തുള്ളിയിൽ ആഡ് ചെയ്തു. ചതയ്ക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊലിയോട് കൂടി വേണം ചതയ്ക്കാൻ, എന്നാലാണ് നമുക്ക് സ്വാദം ഉണ്ടാവുക. തൊലി കളഞ്ഞിട്ടുള്ള ചതച്ചതല്ല നമ്മൾ മീനിടുന്നത്, തൊലിയോട് കൂടി ചതച്ചത് നമ്മൾ ഇടുക. പിന്നെ ഒപ്പം നമ്മൾ പെരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മൂന്ന് കൂട്ടം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓരോ മീനുകൾ നമ്മൾ അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരപ്പ് ബാക്കി വരുന്ന അരപ്പില്ല, അത് കുറച്ചെടുത്ത് നമ്മൾ എല്ലാ മീനിൻ്റെ മേളിലേക്ക് നമ്മളിങ്ങനെ കൈകൾ കൊണ്ട് കൈ പൊള്ളാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് അരപ്പ് അതിൻ്റെ മേളിൽ കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മേളിൽ കൂടി കുറച്ചും കൂടി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഏകദേശം ഒരു സൈഡ് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിടാറായിട്ടുണ്ട്. തിരിച്ചിടാം. മീൻ തിരിച്ചിടുന്നുണ്ട്. അപ്പോൾ മീൻ തിരിച്ചിടുമ്പോൾ നമ്മൾ അത് അടർന്ന് പോകാൻ സൂക്ഷിക്കുക. അപ്പോൾ നല്ല രീതി തിരിച്ചിടുക, എന്നാലാണ് നമുക്ക് രണ്ട് പേരും ഒരുപോലെ വെന്ത് കിട്ടുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ മീൻ തിരിച്ചിടുമ്പോൾ നമുക്കത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാകും. കാരണം അടർന്ന് നമ്മൾ അടി പിടിക്കുമ്പോൾ അടർന്ന് പോകും. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫിഷ് ഫ്രൈ പൊളിച്ചിനെടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് സവോളയും കൂടി ഇങ്ങനെ വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല സ്വാദുണ്ടാവും. ആ ഒരു സവോള ആ മീനോട് ചേർത്ത് ഇങ്ങനെ അമ്മ ഇപ്പം എടുക്കുന്നുണ്ടാവും അതുപോലെ എടുത്തൊന്ന് കഴിക്കുകയാണെങ്കിൽ അടിപൊളി സ്വാദായിരിക്കും.